അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. രാവിലെ എണീറ്റ് നല്ല തണുപ്പുണ്ട്, ഒരു രക്ഷ തണുപ്പ്. രാത്രിയൊക്കെ കിടന്നുറങ്ങാൻ വരെ തണുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന ആ ഒരു ഹോം സ്റ്റേ പുറകെ കാണാം. അതിന് വ്യൂ ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇത് ഇറങ്ങി വരുന്ന വഴിയാണ്, മുകളിലാണ് റോഡ്. ഇതാണ് ഞങ്ങളുടെ ഹോം സ്റ്റേ. ഇതാണ് ഹോം സ്റ്റേ കേട്ടോ. ഇതിൻ്റെ താഴത്തെ നിലയാണ് ഞങ്ങൾ താമസിച്ചത്. ഞാൻ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടുത്തെ ഹോം സ്റ്റേ തന്നെ ട്രൈ ചെയ്യണം. ആ മലയുടെ അപ്പുറത്ത് ഫോഗ് പോകുന്നുണ്ടോ, കണ്ട അതോ ഫോഗ് പോവാണ്. ഇവിടെ കംപ്ലീറ്റ് ഇന്നലെ ഫോഗായിരുന്നു, രാത്രിയല്ല. ഒന്ന് കാണാൻ പറ്റാത്തതാണ് വീട്. ഇനി അടുത്ത ജീപ്പ് സഫാരിക്ക് പറഞ്ഞിട്ടുണ്ട്, 8 മണിക്കാണ് പറഞ്ഞു കേട്ടത്. രാവിലെ പിള്ളേർക്ക് എണീക്കാനൊക്കെ ഭയങ്കര പാടായുണ്ട്. 8 മണിക്കാണ് പറഞ്ഞത്. നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ്. ചെറിയൊരു ജീപ്പ് സഫാരി, ഒരുപാട് ദൂരമൊന്നുമില്ല, ഒരു 1-2 മണിക്കൂറത്തെ ജീപ്പ് സഫാരി ഉള്ളൂ കേട്ടോ. അപ്പം രാവിലെ ചെറിയൊരു തട്ടുകടയാണെന്ന് പറഞ്ഞാൽ ചായ കിട്ടുമെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് ഹോം സ്റ്റേ വരുന്നത്. ഹോം സ്റ്റേ താഴെ ഭാഗത്താണ്. അപ്പം നമ്മുടെ കാറ് നിലവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേ ഉണ്ടെങ്കിലും എല്ലാം ടോപ്പ് സൈഡിലൊക്കെയാണ്. അപ്പോൾ അവർ കൊണ്ടുവന്ന് അവരുടെ ജീപ്പിലാണ് വണ്ടി. നമ്മൾ ഇതേപോലെ പാർക്ക് ചെയ്തിട്ട് പോകണം. നമ്മളെ മുകളിൽ കൊണ്ടുവന്ന് നടക്കാൻ വയ്യ, ശ്വാസം മുട്ടെന്ന് വെച്ചാൽ ഒരുപാട് കയറ്റത്തിൽ നിന്ന് കയറി വന്നോണ്ടേ. ഇവിടെ നിന്ന് ചായയില്ല, ഇനി മറ്റേ ജംഗ്ഷനിലോട്ടൊന്ന് പോവാം. വേണ്ട, അവിടുത്തെ വ്യൂ. ബസ്സൊക്കെ ഉണ്ട് കേട്ടോ, അതാ പോകണം. പട്ടവട, കാന്തല്ലൂർ, അടിമാലി, മൂന്നാർ ബസ്സാണ് പോകുന്നത്. വേണ്ട, ഇത് ഹോം സ്റ്റേയുടെ വേറൊരു വഴിയാണ്. ഇതൊരു താഴോട്ട് ഇറങ്ങിയാൽ നമ്മുടെ ഹോം സ്റ്റേ വരും. ഹോം സ്റ്റേയുടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ ഇതെല്ലാം. രാവിലെ നമ്മൾ ജീപ്പ് സഫാരിക്ക് വേണം, എങ്കിൽ നല്ല അടിപൊളി കാഴ്ച കാണാൻ പറ്റൂ. പിന്നെ തണുപ്പായിട്ട് നമ്മളത്ര റിസ്ക് എടുത്തില്ല. ഹണി എന്ന് പറയുന്നൊരു മ്യൂസിയം ഉണ്ട്, അതൊക്കെ ഒന്ന് കാണണം. അപ്പം ചായ വാങ്ങാൻ വേണ്ടി കുറച്ച് താഴെ പോകണം. നമ്മൾ ഇന്നലെ കഴിച്ച റെസ്റ്റോറൻറ്റിൽ പോകാൻ. ഞങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഭക്ഷണം കഴിച്ച കട അല്ല കേട്ടോ ഇത്. അത് തുറന്നിട്ടില്ല, രാവിലെ ആയി വരുന്നേ ഉള്ളൂ. ഇവിടെയും ചായ മാത്രമേ ഉള്ളൂ. ഈ ഒരു ചായക്കടയുടെ മുന്നിൽ കണ്ടൊരു കാര്യമാണ്, പാല് വാങ്ങിക്കാൻ നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഒരു മെയിൻ റോഡിൽ തന്നെയാണ് ഈ ഒരു കടയുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തുനിന്ന് അങ്ങനെ അധികം കവറ് പാല് കിട്ടത്തില്ല, അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പാല് വാങ്ങിക്കാൻ ആൾക്കാർ നിൽക്കുന്നത്. ഇത് മൂന്നാർ ടൗണിൽ നിന്ന് കൊണ്ടുവരുന്ന പാലാണ് കേട്ടോ. വട്ടവട സിറ്റിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ വട്ടവട ആ ഒരു സിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശ സിറ്റിയുടെ ഒരു കാഴ്ചയാണ്. എന്തായാലും വളരെ മനോഹരമായിട്ടുണ്ട്. കൊടും തണുപ്പ് പോനെ, കൊടും തണുപ്പ്, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ ചായ ഒരു പാത്രത്തിൽ വാങ്ങിച്ചായിരുന്നു റൂമിൽ കൊണ്ടുപോകാനേ. ഞാൻ പറഞ്ഞു 2 നമ്മൾ സാധാരണ ചായ അടിച്ച് കുടിക്കത്തില്ല, അതേപോലെ പാത്രത്തിൽ അടിച്ചാൽ ഞാൻ പുള്ളിക്കാരൻ പറഞ്ഞാൽ തണുത്തു പോകും. ഗ്ലാസ് കുടിക്കുമ്പോൾ നല്ല തണുപ്പുണ്ടെന്ന് എന്നാണ് പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് ചായ അടിച്ചല്ല വാങ്ങിയത് കേട്ടോ. വിലയുണ്ട് കേട്ടോ, റേറ്റ് ഉണ്ടെന്ന് വെച്ചാൽ സാധനങ്ങളെല്ലാം മൂന്നാർ ടൗണിൽ നിന്നാണ് വരുന്നത്, അതുകൊണ്ട് അതിൻ്റെ റേറ്റുണ്ട്. ഇപ്പോൾ പാല് നമ്മൾ കൊടുക്കുന്നുണ്ടോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ പാല് വാങ്ങിക്കുന്ന ഇങ്ങനെയുള്ള വണ്ടികളിൽ മൂന്നാറിൽ നിന്ന് കൊണ്ടുവരും. അപ്പോൾ അതിൻ്റേതായ വില വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡിനൊക്കെ അത്യാവശ്യം വിലയുണ്ട്. റൂമിലോട്ട് അങ്ങനെ റൂമിലെത്തി ഒരു കുഞ്ഞ് ഗ്ലാസ്സിൽ കുറച്ച് ചൂട് ചായ എടുത്ത്, അതായത് ഇതുപോലെ മലകളും കുന്നുകളും കോടമഞ്ഞൊക്കെ കണ്ട് ചായ കുടിക്കാൻ വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ നല്ല തണുപ്പത്ത് ചൂട് ചായയും കൂടെ കഴിഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. ഇവിടെ റൂമിൽ ചായ സപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു കൊച്ചു പയ്യനായിരുന്നു അവിടുത്തെ കെയർ ടേക്കർ. പിന്നെ ഞങ്ങൾ തന്നെ രാവിലെ പോയി വാങ്ങിക്കാമെന്ന് ചോദിച്ചു. അവൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു വട്ടവടയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ചായയും കുടിച്ച് ഇനി നമ്മൾ രാവിലത്തെ ആ ഒരു ട്രിപ്പിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ റൂം ജസ്റ്റ് ഒന്നും കൂടെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. ഞാൻ ആ തറയിൽ ആ ബെഡിട്ടിട്ടാണ് കിടന്നത് കേട്ടോ. തറയിൽ കിടന്നപ്പം ഒരു രക്ഷയില്ലാത്ത തണുപ്പായിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളും റൂമിനുള്ളിലുണ്ട്. അങ്ങനെ നമ്മുടെ റൂമിൻ്റെ അകത്തുനിന്ന് തന്നെ ആ ഒരു ജന്നൽ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വ്യൂ കാണാൻ പറ്റും കേട്ടോ. ഞങ്ങളിന്നലെ ഇന്നലെ ഈ ഒരു ജനൽ തുറന്നിട്ടായിരുന്നു. അപ്പം നല്ല കാറ്റടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ജനൽ തുറന്നിട്ടില്ല. എന്ന് വെച്ചാൽ ആ തണുപ്പ് എങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജനലൊക്കെ തുറന്നിട്ടത്. അങ്ങനെ നമ്മൾ ഒന്ന് ഫ്രഷായി ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. ജീപ്പിൽ കയറി ഒരു ചെറിയൊരു ട്രിപ്പ്. അപ്പോൾ കുറച്ച് ജീപ്പ് സഫാരിയൊക്കെ കാണാം. അപ്പോൾ നമ്മളിനി കാർ എടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നമ്മളൊരു ഫ്രണ്ട് തന്നെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. 8 മണിക്കാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ രാവിലെ 6 മണിക്കകത്തോണ്ടാണ്, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ജീപ്പ് സവാരിയിൽ ഏകദേശം 2 മണിക്കൂറാണ് പറഞ്ഞത് കേട്ടോ. അത്രയും മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ
ഇവർക്ക് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ ജീപ്പ് സഫാരി ചെയ്ത എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് ഒന്നും അറിയാമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ 1.5 മണിക്കൂറേ പറഞ്ഞിട്ടുള്ളൂ. താഴേക്കുള്ള സ്റ്റെപ്പാണ് കേട്ടോ. അടിപൊളി വ്യൂ അല്ലേ? നമ്മളെ കാറ് മേളിൽ കിടക്കുകയാണ്. കയറിക്കോളൂ. നമ്മുടെ ജീപ്പ് വന്നിട്ടുണ്ട്. കയറിക്കോ. ചെളി ചേട്ടാ അമ്പാടി ഇത് കയറിയോ? നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ അത്. അപ്പോൾ അവൻ്റെ ജീപ്പാണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിക്കാരൻ നമ്പർ ഞാൻ ഇടാം. ജീപ്പ് സഫാരി ഉണ്ട്, സ്റ്റേയും പുള്ളിക്കാരൻ തന്നെ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മളിതാ ഈ ജീപ്പിലാണ് പോകുന്നത്. കയറിക്കോ. നോക്കിയേ ഒരാഴ്ച ഇവിടെ എത്ര മണിക്കൂറുണ്ട് സമയമുള്ള? നോർമലായിട്ട് ചെയ്യുന്ന 2.5-3 മണിക്കൂറാണ്. പട്ടോടെ ഫുള്ളും കറങ്ങി വരാൻ 2,500 ഓക്കെ. അപ്പോൾ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുമോ? എല്ലാം ചെയ്ത് കൊടുക്കും അല്ലേ? ഓക്കെ. അപ്പോൾ എവിടെയൊക്കെ സ്ഥലങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്? നമ്മളിപ്പം ഈ പാക്കേജ് വരുന്നത് വെജിറ്റബിൾ ഫാമും സ്ട്രോബെറി തോട്ടമാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ ഒരുപാട് സ്ഥലം പറഞ്ഞിട്ടില്ല, അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. പിന്നെ വരുന്നത് നായാട്ട് മൂവി, അതായത് ജോജോ പിഞ്ചാക്കോലൊക്കെ അഭിനയിച്ച മൂവിയില്ലേ, അതിൻ്റെ ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുന്നു. ഓക്കെ. പിന്നെ വരുന്നത് ഊട്ടിപ്പൂ. ഊട്ടിന്ന് വെച്ചാൽ ഒരു ഇവിടുത്തെ ഒരു സ്പെഷ്യൽ പൂവാണ്. ഒരു 8-10 മാസം വരെ ആ പൂ വാടില്ല, അങ്ങനെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ട്രൈബൽ കോളനി വ്യൂ, ആദിവാസി കോളനി ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണാൻ പറ്റും അല്ലേ? അപ്പോൾ രാവിലെ പോണെങ്കിൽ കുറച്ചും കൂടെ സ്ഥലം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാണാം. ആളുകൾ തിരക്ക് കുറവായിരിക്കും. ഇപ്പോൾ ആ കാണുന്ന മലയുടെ മേളിലെത്തും. നമ്മളിവിടുന്ന് ആ ടവർ കാണുന്നില്ലേ, അവിടെ എത്തും. അവിടെ നിന്ന് അതാണ് വട്ടവട ഹൈറ്റിൽ നിന്ന് കാണുന്ന സ്ഥലം. ഓക്കെ. അതൊക്കെ രാവിലെ പോയാലേ പറ്റുള്ളൂ. രാവിലെ പോയാൽ കുറച്ച് നല്ല കാണാൻ രസമായിരിക്കും. അതെ. വെയിൽ കൂടുന്നതിനനുസരിച്ച് കാഴ്ചയുടെ സൗന്ദര്യം കുറയും. അത് ശരിയാണ്. പിന്നെ നമ്മൾ പിന്നെ കുട്ടികളെ കാര്യം കൊണ്ടാണ് പിന്നെ രാവിലെ. മാത്രമല്ല ശനിയാഴ്ചയാണ്. നമുക്ക് നേരത്തെ പോകണമെങ്കിൽ നേരത്തെ ട്രിപ്പ് എടുക്കണം, അല്ലെങ്കിൽ ബ്ലോക്ക് ആവും. ഇതാണ് വട്ടവടയിലെ മെയിൻ ടൗൺ. എല്ലാ ആവശ്യത്തിനും ഇവിടെ വരണം. നമ്മൾ സാധനങ്ങളെല്ലാം താഴെ നിന്നാണ് വരുന്നത് അല്ലേ? അതുകൊണ്ട് കുറച്ച് റേറ്റിന് വ്യത്യാസമുണ്ട്. സാധനങ്ങളെല്ലാം അല്ലേ? കുറച്ച് ചിലവ് കൂടുതലാണ്. ഇവിടെയാണ് പച്ചക്കറികൾ, ഇവിടെയുള്ള എല്ലാ പച്ചക്കറികളും ഇവിടെ നിന്നാണ് പുറത്തേക്ക് കയറി പോകുന്നത്. ഏറ്റവും കൂടുതൽ മധുരയിലേക്കാണ് പോകുന്നത്, തമിഴ്നാട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ എറണാകുളം വരുന്നുണ്ട്, ആലുവ മാർക്കറ്റിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. വട്ടവടയിലെ എല്ലാ ആവശ്യത്തിനും പറഞ്ഞു. പഞ്ചായത്ത്, ബാങ്ക്, റേഷൻ കട എല്ലാം ഇവിടെയേ ഉള്ളൂ. എല്ലാ ആവശ്യത്തിനും അക്ഷയ സെന്റർ എല്ലാം. ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ആഗ്രഹം വിളിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കണം. ഓക്കെ. നമ്മൾ ഇന്നലെ ഇവിടെ വന്നായിരുന്നു, കുറച്ച് വിട്ടുപോയി. വെറുതെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും. സ്ഥലമില്ലല്ലോ, ചെറിയ വഴിയല്ലേ ഉള്ളൂ. നമുക്ക് അറിഞ്ഞൂടല്ലോ. നമ്മൾ വിചാരിച്ച് കുറച്ചും കൂടെ സ്പേസ് കാണുമെന്ന് വിചാരിച്ച് അങ്ങനെ ഇങ്ങനെ പോയി കേട്ടോ. ഞാൻ വിചാരിച്ച ആ മേളിലോട്ട് കയറിയപ്പോൾ വല്ല സൈഡിലൊരു ഓട ഉണ്ടായിരുന്നു, കണ്ടില്ല? രാത്രിയല്ലേ? അങ്ങനെ പുള്ളിക്കാരെ പറഞ്ഞ് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. ഇറങ്ങിയിരുന്നെങ്കിൽ പണി കിട്ടിയത്. ചെറിയ സിറ്റിയാണ്. എല്ലാ സാധനങ്ങളും കിട്ടും. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. കാണുമ്പോൾ ചെറിയ കടകളും ഒക്കെയുണ്ട്. പക്ഷേ ഒറ്റ സാധനത്തിൽ മാത്രമുള്ള കടയല്ല, എല്ലാ സാധനവും ഒരു കടയിൽ തന്നെ കിട്ടും. ഈ കടയാണെങ്കിൽ പോലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും കടകളിലും ഉണ്ടാവും. ഈ മേലോട്ടാണ് കയറി. വഴി മോശമാണ്. അപ്പോൾ അവിടെ തന്നെ ചീപ്പുകാർ പറയും വഴി മോശമാണ്. പക്ഷെ വിശ്വാസമില്ലാതെ ചില കാറ് കൊണ്ട് ഇറങ്ങി വന്ന് ഇവിടെ പെട്ടു ഒത്തിരി വണ്ടികൾ കംപ്ലൈന്റ് ആവുന്നുണ്ട്. ഒത്തിരി. നമ്മൾ ഈ റോഡിലാണ് കയറി. അവിടെ കയറിയാണ് അഭിമന്യു എന്ന് പറഞ്ഞാൽ പയ്യന്റെ വീട്ടിലേക്ക് പോകുന്നത്. അഭിമന്യു എവിടെയാണല്ലേ? കൊട്ടാക്കുമ്പോൾ മറ്റേ കൊടൈക്കനാൽ പോകുന്ന വഴി ഇതാണ്. ഇതാണ് അഭിമന്യുവിന്റെ വീട്ടിൽ പോകുന്ന വഴി അല്ലേ? അഭിമന്യുവിന്റെ നാട്. അതെ. ഇവിടെ തമിഴ് ഫാമിലീസ്, ഏറ്റവും കൂടുതൽ തമിഴ് ഫാമിലീസാണ്. ഇവിടെ 4 ഭാഷ സംസാരിക്കുന്നവരാണ് ഉള്ളത്. തമിഴുണ്ട്, മലയാളമുണ്ട്, തെലുങ്കുണ്ട്, പിന്നെ ട്രൈബിൾസിന്റെ ഒരു ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അവിടെ ഒന്ന് ഒരു സൈഡ് സീൻ ജീപ്പിൽ സഫാരി എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നാടിനെ കുറിച്ചും നാട്ടുകാരെ കുറിച്ചും കുറച്ച് അറിഞ്ഞു വരാം. അപ്പം നിങ്ങൾ നേരിട്ട് സ്റ്റേറ്റ് ആയിട്ട് വന്ന് ആൾക്കൂട്ടമുള്ള സ്ഥലത്തല്ലേ നിന്ന് കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഇവിടെയുള്ള ഒരു ലോക്കൽ വണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഒരു ഗൈഡിനെ പിടിക്കണം. അപ്പോൾ അതായിരിക്കും നല്ലത്. ഇവിടെ കമ്പി പുറത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. കണ്ട് ഇറങ്ങിയില്ലേ? കമ്പി ഉണ്ടല്ലേ? ചേർത്ത് തെന്നിമാരെ കമ്പി ടയർ കുത്തി കയറും. അതെ. അപ്പൊ റോഡിൽ തടി കയറി പോകുന്ന ജീപ്പിന് കെട്ടി വയ്ക്കും. വൈകുന്നേരം ആകുമ്പോൾ കാഴ്ച കാണാം. ശിവാനി കൊള്ളാമോ? തുടങ്ങിയില്ല, ഇനി തുടങ്ങാൻ പോണതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ ഒരു ആഗ്രഹമാണ്.
അപ്പോൾ ജീപ്പ് മൂകാംബിക അല്ലേ, അതിനെക്കാട്ടി അത്രയും കാണില്ലല്ലോ മൂകാംബികയിൽ പോകുന്നതിൻ്റെ. മൂകാംബിക പോയിട്ടുണ്ടോ മേളിൽ? ഇല്ല ഇല്ല, ഈ ഒരു ഇത്രേ ഉള്ളൂ അല്ലേ. മൂകാംബിക കുറച്ചും കൂടെ ടൈറ്റാണ്. മൂകാംബിക ഇങ്ങനെ കമന്ന് മറിഞ്ഞൊക്കെയാണ് പോണത്. ഇനിയിപ്പോൾ നമ്മൾ അങ്ങനത്തെ ഓഫ് റോഡ് ഉണ്ട്, ഓഫ് റോഡ് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. മഴ പെയ്തുകൊണ്ടേ അങ്ങോട്ട് വിടുന്നില്ല അല്ലേ? പോകാൻ പറ്റില്ല, വണ്ടി തെന്നി മാറും. ആണല്ലേ. അപ്പം അത്ര റിസ്ക് എടുത്തുള്ള പരിപാടികളൊന്നും ഇല്ല ഇവിടെ അല്ലേ. കാണുന്നതെല്ലാം ഗ്രീൻ പീസ് ആണ്. ആ പച്ചപ്പ് കാണുന്നില്ലേ, അത് ഫുള്ളും ഗ്രീൻ പീസിന്റെ ചെടികളാണ്. ഒരു മഴ കൂടുതൽ വേണ്ട, ഈ മഞ്ഞ് അത് മതി, അതിന്റെ വെള്ളം മതി. ഗ്രീൻ പീസ് ആണ് അല്ലേ. ഗ്രീൻ പീസ് ആണ് ഈ സമയത്ത് ചെയ്യുന്നതെല്ലാം കൂടുതലും ഗ്രീൻ പീസ് ആണ്. ഇവിടെ നോർമലായിട്ട് മഴയെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. വെള്ളം ചെറിയ പ്രശ്നങ്ങൾ ചില സ്ഥലങ്ങളിലുണ്ട്. അപ്പം മഴ എങ്ങനെയാണോ അതിന് ഏറ്റവും പോലെയാണ് ഓരോ കൃഷികൾ ഇറക്കുന്നത്. പക്ഷെ ഇവിടെ ഗസ്റ്റുകളൊക്കെ ഇവിടെയൊക്കെ വരുന്നുണ്ടല്ലേ. ഇവിടെ കാറ് ഇറക്കി വരുന്നവരുണ്ട്, കംപ്ലൈന്റ് ആയി പോകുന്നവരുണ്ട്. ഒത്തിരി സൗകര്യങ്ങൾ കുറവാണ്. വർക്ക്ഷോപ്പ് ബാക്കി കാറിന്റെ വർക്ക്ഷോപ്പ് കുറവാണ്. ചെയ്യാൻ പറ്റില്ല. പിന്നെ മൂന്നാറിൽ നിന്ന് അല്ലെങ്കിൽ അടിമാലിയിൽ നിന്ന് വരണം. അപ്പൊ നമ്മൾ ജീപ്പ് സവാരി എടുക്കുന്നതിനേക്കാളും 3 ഇരട്ടിയുടെ മേലിൽ പൈസയാവും. പിന്നെ സമയം വേസ്റ്റ്, പിന്നെയും സ്റ്റേ എടുക്കണം. നമുക്ക് ഇവിടെ ഒരു വെജിറ്റബിൾ ഫാം കണ്ടു. നമ്മളൊരു വെജിറ്റബിൾ ഫാം കാണാൻ എൻട്രി ഫീസ് എന്തെങ്കിലും ഉണ്ടോ? എൻട്രി ഫീ ഒന്നുമില്ല. ഇല്ലല്ല. നമ്മളൊരു വെജിറ്റബിൾ ഫാം കാണാൻ ഇറങ്ങി. അമ്പാടി എങ്ങനെയുണ്ട് ജീപ്പിൽ? കൊള്ളാമോ? ഇതാ അടിപൊളി സ്ഥലമാണ്. നമ്മൾ ആ മോളിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് വെജിറ്റബിൾ ഫാം അവിടെയാണ്. അവിടെ പോകും. ആ ടവറിൻ്റെ അവിടെ പോകും കേട്ടോ. നമ്മൾ ടവർ കാണാം. ആ ടവറിൻ്റെ അവിടെ നമ്മൾ പോകും. ഓക്കെ, വെജിറ്റബിൾ ഫാം ഒന്ന് കണ്ടിട്ട് വരാം. ബാ ബടി കമാ. വട്ടവട മെയിൻ സിറ്റിയിലെ വെജിറ്റബിൾ ഫാം. മെയിൻ സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപ്രദേശമാണ്. അമ്പാടി നോക്കി പോണേ, പതുക്കെ ബാ. ഓക്കെ അമ്പാടി നോക്കി. ഓ ഇത് ബ്ലാക്ക് ബെറി ആണല്ലേ. ബ്ലാക്ക് ആയാലേ കറക്റ്റ് ബ്ലാക്ക് ബെറി ആവുള്ളൂ. ഓക്കെ. ഓ ബ്രക്കോളിയുടെ ചെടിയാണ്. ഓക്കെ അമ്പാടി വാ. അപ്പം പുള്ളിക്കാരൻ കൂടെ കാണും കേട്ടോ, എല്ലാം പറഞ്ഞു തരാൻ. നിങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. ഞാൻ നമ്പർ കൊടുത്തേക്കാം. അതാ എല്ലാവരും ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ സ്ഥലം കാണാനേ. ആ കാണുന്ന ചെടി മരത്തക്കാളി എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട്സ് ആണ്. പച്ചയല്ലേ? അതല്ലേ. ഓക്കെ. ടൊമാറ്റോ. ഇത് മൽബറി ഈ സൈഡിലുള്ളത്. കേബേജ് സ്ട്രോബെറിയുടെ ചെടി കണ്ടുവരാം. ഓ സ്ട്രോബെറി ആയില്ലല്ലോ അല്ലേ? ഇത് ബ്ലാക്ക്ബെറി ഉണ്ട്. കേബേജ് വേണമെങ്കിൽ കുറച്ചായിട്ട് വെട്ടിത്തരാം. 3 ഇതെന്താണ്? സ്ട്രോബെറി ജാമാണല്ലേ. ജാമുണ്ട്. ഓക്കെ ജാമാണ്. കൊള്ളാം. റേറ്റ് എങ്ങനെ വരുന്നത്? റേറ്റ് എങ്ങനെ വരുന്നത്? 150 അല്ലേ? ഓ വൈൻ വേണ്ട രാവിലെ വേണ്ട. നന്നായിട്ട് വൈനൊക്കെ ഉണ്ട്. വൈന് രാവിലെ കുടിക്കുന്നില്ല. സോറി ജാം കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ വാങ്ങിക്കണം നോക്കട്ടെ. നമ്മൾ കുറച്ചുകൂടെ മോളോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ മേടിക്കാം. അവർ ജാമുള്ള കൃഷി ചെയ്ത് ജീവിക്കുന്നവരാണ്. അപ്പം നമ്മൾ നേരത്തെ കണ്ട വട്ടവടയിലാണ്, ടൗണിലാണ് കൃഷി ചെയ്ത സാധനങ്ങളെല്ലാം കൊണ്ടുവരുന്നത്. അവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് നേരെ ജീപ്പിൽ പോകാൻ കുറച്ച് ടോപ്പിൽ പോകാണ്ട്. നോക്കി പോണേ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. കോടയൊക്കെ ഇറങ്ങി. പക്ഷെ രാവിലെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഈ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗോപ്രോയോ അല്ലെങ്കിൽ DG Osmo ഒക്കെ വേണ്ടത്. നമ്മുടെ ഉള്ള സെറ്റപ്പിൽ നിങ്ങൾക്ക് ഒരുവിധം കാണിച്ചു തരാം കേട്ടോ. വേണ്ട രാവിലെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര കോടയായിരിക്കും. എന്തായാലും അത്യാവശ്യം ഇന്നലെ തണുപ്പുണ്ടായിരുന്നു. നമുക്കൊക്കെ ഈ തണുപ്പ് മതി കേട്ടോ. പക്ഷേ മൂന്നാർ അധികം തണുപ്പ് ഫീൽ ചെയ്തില്ല. ഇവിടെ നല്ല തണുപ്പായിരുന്നു കേട്ടോ. രക്ഷയില്ല തണുപ്പാണ്. നമ്മളിങ്ങനെ ടോപ്പിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറവല്ലേ? നല്ല തണുപ്പാണ്. അല്ല ഇന്നലെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. ആണല്ലേ? വീട് ഇവിടെ തന്നെ.
എൻ്റെ കൂടെ പോകുന്ന വഴിക്കാ ചിലപ്പോൾ മോളിലാണോ? ആ, അങ്ങോട്ട് പോകണം. അപ്പോൾ നിങ്ങളുടെ വരുമാന മാർഗ്ഗം ഇതൊക്കെ തന്നെ. അവിടെ അഖിലിൻ്റെ അവിടെ വണ്ടി അവിടെ കൊടുക്കുന്നുണ്ടോ ഓഫീസിൽ? ആണോ? അതെൻ്റെ വളരെ പഴയൊരു സുഹൃത്താണ്. നമ്മളെ കട അനിയനാണ്. ഞങ്ങൾ ആണ് മറ്റെങ്കിൽ നമ്മുടെ അവിടെ മുമ്പ് നമ്മൾ ഒരുമിച്ച് ഹുണ്ടായിൽ വർക്ക് ചെയ്തുകൊണ്ട് അവൻ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു. അങ്ങനത്തെ പരിചയമാണ്, കുറേ വർഷത്തുള്ള പരിചയമാണ്. പിന്നെ നമ്മൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ ഏകദേശം 10 വർഷത്തിൽ കൂടുതലായി. ഞാൻ സ്വന്തമായിട്ടൊരു കാർ എടുത്ത് പരിപാടി അവിടെ ടെൻഷൻ കാറിനൊക്കെ ഇറങ്ങി വയ്യ. ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് സമാധാനമുണ്ട്. പിന്നെ അങ്ങനെ ലാവിഷെന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ നടന്നു പോകും, കുഴപ്പമില്ല. ആ, പക്ഷെ നല്ല റേറ്റ് ആയിരിക്കും. ഓ, നല്ലൊരു വലിയൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ അവിടെ. 12,000 6,000 ചാർജ് വരുന്നത്. സ്വിമ്മിംഗ് പൂളൊന്നും അവിടെ വയ്ക്കാനുള്ള പരിപാടിയില്ല. ഉണ്ടോ? സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? അതാണ് ഇന്നലെ മോളിൽ എടുക്കണമെന്ന് പറഞ്ഞല്ലേ. മോളിൽ നല്ല കാര്യം. ഇത് തന്നെ വയ്യ കേട്ടോ, ഇത് തന്നെ കയറാൻ ഇറങ്ങാൻ വയ്യ. നമ്മൾ ആ ടോപ്പിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ നമ്മുടെ ഹോം സ്റ്റേയുടെ അവിടെ നിന്ന് മുകൾ ഭാഗത്ത് ഒരുപാട് സ്റ്റേ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അങ്ങോട്ടാണ് ഇപ്പം പോകുന്നത്. നല്ല ടോപ്പാണ്. ഇവിടെ മഴ ഭയങ്കര പ്രശ്നമാണ്. കണ്ടിന്യൂ മഴ കിട്ടുന്ന സ്ഥലമാണ്. തമിഴ്നാട് മഴയാണെങ്കിലും മഴ കിട്ടും, കേരളത്തിൽ മഴയാണെങ്കിലും മഴ ഇവിടെ കിട്ടും. അതുകൊണ്ട് അത്യാവശ്യം എപ്പോഴും മഴ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ തണുപ്പും കൂടിയല്ലേ, അപ്പൊ പെട്ടെന്ന് റോഡ് പൊളിയും. അതാണ്, അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ റോഡ് ചെയ്യണം അല്ലേ, എങ്കിൽ കിടക്കും. വെള്ളം കെട്ടി നിൽക്കാത്ത രീതിക്ക് ഈ മണ്ണൊക്കെ മേലിൽ നിന്ന് നല്ല മഴ വരുമ്പോൾ ഒഴുകി റോഡിലേക്ക് വരും, നനഞ്ഞു പോകും. എങ്ങനെയാണെങ്കിലും പൊളിയും. പിന്നെ അത് അത്യാവശ്യം കുറെ വർഷങ്ങളായി ടാറേ ചെയ്തുള്ളൂ. ഒരു ടാറേ ചെയ്തിട്ടുള്ളൂ അല്ലേ ഇവിടെ? ഫസ്റ്റ് ടാറാണ് ചെയ്തത്. പക്ഷെ നമ്മളെ മൂകാംബിയൊക്കെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലെന്ന് തോന്നുന്നു. മറ്റ് മൂകാംബിയിൽ ആ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ മണ്ണിൽ കൂടെ, അതിങ്ങനെ ചരിഞ്ഞ് കറങ്ങിയൊക്കെയാണ് പോണത്. റോഡുണ്ട്, പക്ഷെ എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണുണ്ടോ അല്ലേ? ഭാവിയിൽ ശരിയാവുമായിരിക്കും. കാന്തല്ലൂർ അടുത്താണോ? ഓ, ഞങ്ങൾ കാന്തല്ലൂർ. ചെടികളാണ് ഈ പച്ച ചെടിയിലേക്കാണ്. നീലക്കുറിഞ്ഞാണല്ലേ? ഏത്? ഈ മരത്തിന്റെ ചോട്ടിലുള്ള ഈ പച്ച കടുംപച്ച. കടും പച്ച. ഓ, അതൊക്കെ ഈ ചെറിയ ഒരു ഇല, ചെറിയല്ല പച്ചയല്ല. ഓ, അതൊക്കെ നീലക്കുറിഞ്ഞിയുടെ ഇലകളാണ് അല്ലേ? ഇനിയിപ്പോ 7 വർഷം കൂടെ ഉണ്ട്. അവിടെ അത് നല്ല തിരക്കായിരിക്കും ആ സമയത്തല്ലേ? അപ്പോഴേ ഇങ്ങോട്ട് വരണ്ട. ഫസ്റ്റ് സ്പോട്ട് ഇതാണല്ലേ? കാണാൻ പോകുന്ന സ്ഥലമാണ്. ഇത് നായാട്ട് മൂവിയിൽ ജോജോ ജോസഫ് ഒളിച്ച് താമസിക്കുന്ന സ്ഥലം. മറ്റേ 2 പോലീസുകാരല്ലേ? പോലീസുകാർ അത് തൂങ്ങിച്ചാകുന്ന സീന്, വേട്ടയാടാനൊക്കെ പോകുന്നില്ലേ, പന്നീനെ പിടിക്കാനൊക്കെ കാണിക്കുന്ന ആ ഒരു പച്ചക്കറി തോട്ടമുള്ള സ്ഥലമാണ്. ഇവിടെയാണല്ലേ? ഇത് ഇവിടെയുള്ള ഫ്രൂട്ട്സ് ആണ്. ഓക്കെ, കൃഷി സ്ഥലമാണ്. അതിന് മുമ്പിൽ കാണുന്നതാണ് അവരുടെ കൃഷി സ്ഥലം. പക്ഷെ അവർ സ്റ്റേ ഉണ്ട് അവരവിടെ. അവർ ഈ പന്നിക്കാവിന് വേണ്ടിയിട്ട് സ്റ്റേ ചെയ്യുന്നതാണ്. ഇറങ്ങും, മാനം ഇറങ്ങും. അപ്പം ഇതാണ് നമ്മുടെ എന്തോന്ന് നായാട്ട് സിനിമ നടന്ന സ്ഥലം അല്ലേ? എവിടെ? അവിടെയാണല്ലേ താമസിച്ചത്? ഓക്കെ. ഇനിയിപ്പം സീസൺ എന്ന് പറയുമ്പോൾ ഗ്രീൻ പീസ് ഇടും അല്ലേ? അത് കഴിഞ്ഞ് ബട്ടർ ബീൻസ്, അങ്ങനത്തെ വെള്ളമുള്ള ഒരു ബട്ടർ ബീൻസ്, അങ്ങനത്തെ കൃഷികൾ ഇറക്കും. ഓക്കെ. അമ്പാടി ഇറങ്ങുന്നാ? ബാ അമ്പാടി വാ. ഒക്കെ ഇറങ്ങും, പിടിച്ചോ. ഒക്കെ പിടി, നമുക്ക് പറ്റിയൊക്കെ ചെയ്യും. പിന്നെ അല്ല വാ വാ അമ്പാടി. അപ്പം ഇതാണ് നായാട്ട് മൂവിയിൽ അവർ 2 പോലീസുകാർ ഒളിച്ചിരുന്നില്ലേ, ആ ഒരു സ്ഥലമാണ് ഇതെല്ലാം. പിടിച്ചോ അമ്പാടി, പിടിച്ചോ. ശിവാനി പിടിച്ചോ. ഇതാണ്ടോ, ഇപ്പം എല്ലാം കൃഷി ഇറക്കാൻ വേണ്ടി വെട്ടി നിരത്തി ഇട്ടൊക്കെയാണ്. അടിപൊളി വ്യൂ ആണ് കേട്ടോ. അധികം ചൂടില്ല, വെയിൽ വന്നെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട്. അമ്പാടി നോക്കടാ, ടാറ്റോട് ഹായോട്. ഇതോ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ, നിങ്ങൾ അറിഞ്ഞുകൂടാ. അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വെയിൽ വരുന്നതുകൊണ്ടാണ് അവർ ക്ലിയർ കിട്ടാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോട്ട്. നായാട്ട് സിനിമ എടുത്തത് ആ ഇങ്ങനെ വെട്ടി ഒതുക്കുന്ന ആ സ്ഥലത്തില്ല, വീട്ടിൽ വെച്ചിട്ടാണ്. അതുകൊണ്ട് ആ കാണുന്ന വീട്ടിൽ വെച്ചിട്ടാണ് എടുത്തത്. ഈ ഭാഗത്താണ് നമ്മുടെ എനിക്ക് തോന്നുന്നു ബിജു മേനോനൊക്കെ ഞാൻ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. മറ്റേ തൂങ്ങി മരിക്കുമല്ലോ അവർ, കേസിൻ്റെ ഒരു ഭാഗമാകുമ്പോഴത്തേക്ക് ആ ഒരു സ്ഥലമാണ് കേട്ടോ. അവിടെ എല്ലാം സ്ട്രോബെറി കൃഷിയാണ്. ആ വെള്ള പോച്ചിക്കുന്നെല്ലാം സ്ട്രോബെറി കൃഷിയുടെ
സ്ഥലങ്ങളാണ് കേട്ടോ. ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഇല്ല. ഇപ്പം ക്ലിയർ ഉണ്ടോ? ഇതാണ്ടോ തട്ടായിട്ട് അടിപൊളിയായിട്ടുണ്ട്. ഇത് ഇവിടെയുള്ള ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് ആണ്. മധുരമാണ്, പഞ്ചസാര ഒട്ടും ആഡ് ചെയ്യണ്ട. നിങ്ങൾക്ക് പുളിയല്ലേ? അതെ, പുളിയാണ്. മധുരം മാത്രം. ഇതിന്റെ ഉള്ളിൽ വെള്ള കളറാണ്. വെള്ള കളറാണല്ലേ? വെള്ള കളറാണ്. ഓക്കെ ഓക്കെ. ഇവിടെ വാങ്ങിക്കട്ടാ. എത്ര 200 ഒരു കിലോ? ഹാഫ് കെ ജി. ഓ സുജ പിടിച്ചോ. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഒരു 10 രൂപ 20 രൂപ വ്യത്യാസം വരും. അത് വരും. കയറ്റം കയറിക്കൊണ്ടിരിക്കുകയല്ലേ. ചിലപ്പോൾ റേറ്റ് കൂടും, ചിലപ്പം കുറയും. തന്നെ സീസൺ ആണെങ്കിൽ വില കുറവാണ്. സീസൺ ഉണ്ട്. ഫ്രൂട്ട്സിന്റെ സീസണേ ഓക്കെ ഓഫ് സീസൺ പോലെയാണ്. പഴം ഇവിടെ മാത്രം ഇല്ലല്ലേ. നമ്മുടെ പക്ഷേ നമ്മുടെ അടുത്ത് നല്ല കളറുണ്ട് പാഷൻ ഫ്രൂട്ട്. നല്ല പഴം പോട്ട് വിടുങ്ങ. അര കിലോയ്ക്ക് അമ്മ ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് തരാം. നല്ലത് നോക്കി ഒരെണ്ണം കട്ട് ചെയ്ത് ഓ ഇതാണല്ലേ സംഭവം. ഓ ഇതാണ് കേട്ടാ. പൊളിയാട്ടാ. നല്ല മധുരം ഉണ്ട് കേട്ടാ. സൂപ്പർ. അമ്പടി ഇത് കഴിച്ചോക്കടാ. അമ്പടി ഇതാ കഴിച്ചോക്ക്. കഴി വാ തുറക്കൂ. നല്ല മധുരമുണ്ട്. ഇതാ ശിവനി ഇത് കൊണ്ടുപോ. പോയിക്കോ. ഞാൻ അവനെ പിടിച്ച മകളെ കയറ്. ഈ മലയുടെ ബാക്ക് സൈഡിലാണ് കൊടൈക്കനാൽ വരുന്നത്. ഏത്? ആ മലയുടെ അല്ലേ? കവഞ്ചിപ്പൂണ്ടി. ഇവിടെ നിന്ന് 10 കിലോമീറ്റർ പോയാൽ കവഞ്ചിപ്പൂണ്ടി എന്ന സ്ഥലത്താണ്. 58 കിലോമീറ്റർ ആണ് വട്ടവടയിൽ നിന്ന് കൊടൈക്കനാൽ പോകുന്നത്. പക്ഷേ മാത്രമേ അലൗഡുള്ളൂ. ഇവിടെ ഉള്ളവർ പോയാലും 3 കിലോമീറ്റർ നടക്കണം. ഫുള്ളും വണ്ടി പോകില്ല. ഓക്കെ. ഈ ഇതിന്റെ ബാക്കിൽ മഞ്ഞായതുകൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ആ മേലിൽ കാണുന്നില്ലേ? അതിന്റെ ബാക്ക് സൈഡിൽ ഈ പഞ്ചായത്തിൽപ്പെട്ട ഒരു വാർഡുള്ളതിന്റെ ബാക്ക് സൈഡിലാണ്. കറണ്ടോ ഒന്നുമില്ല. അവർക്ക് 3 കിലോമീറ്റർ പോയാൽ ടാറിങ്ങിൽ കയറാം. തമിഴ്നാട് ടാറിങ്ങിൽ. അപ്പൊ ഇവിടെ തൊട്ടടുത്താണ് കൊടൈക്കനാൽ. എത്ര കിലോമീറ്റർ? ഇവിടെ നിന്ന് 58 കിലോമീറ്റർ. വണ്ടി 10 കിലോമീറ്റർ വണ്ടി പോകും. 7 കിലോമീറ്റർ വണ്ടി പോകും. അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ നടന്നാൽ തമിഴ്നാട് കയറാം. ഓക്കെ. അത് കഴിഞ്ഞ് വണ്ടിയുണ്ട്, ബസ്സുണ്ട്. അപ്പൊ അത് കൊടൈക്കനാലിന്റെ ഏത് ഭാഗത്ത് വരും? കവിഞ്ചി, പൂണ്ടി. ഓക്കെ. അതായത് കൊടൈക്കനാൽ മോളിൽ കയറിയിട്ട് ഇപ്പുറത്തെ സൈഡ്, താഴെ ഇറങ്ങുന്ന സൈഡാണ് പൂണ്ടി എന്നത്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു വാട്ടർഫാൾസും കേവും ആണുള്ളത്. ചിറഞ്ചാർ വാട്ടർഫാൾസ്, കേവ്. കുറച്ച് വഴി മോശമാണ്. അല്ല, ഒരുപാട് മോശമാണെങ്കിൽ പോണ്ട, വേണ്ട. കേവിന്റെ അകത്ത് കയറി പുറത്തിറങ്ങാം. വേണ്ട, ഒരുപാട് മോശമാണെങ്കിൽ വേണ്ട. നമ്മൾ വരാം, നമ്മൾ അല്ലാതെ വരാം. ഫ്ലൈറ്റിന് പോകുന്ന മരങ്ങളാണ്. ആൻറ്റീസ് പറഞ്ഞ മരമാണ്. ഓ, ഇതാണോ ഈ കാണുന്നതല്ല? പ്ലൈവുഡിന്റെ അല്ലേ? അപ്പൊ നമ്മൾ അവിടെ കാണുന്ന യൂക്കാലി അല്ല. എല്ലാരും വരുന്നവരെല്ലാം വിചാരിക്കുന്ന യൂക്കാലിയാണ് വിളിക്കുന്നത്. ഓക്കെ. നമ്മൾ മൂന്നാറ് കാണുന്ന യൂക്കാലി മരം അല്ല കേട്ടോ. നമ്മളിപ്പം നമ്മുടെ ഗസ്റ്റ് ഹൗസ് സ്റ്റേ ചെയ്യപ്പോൾ കണ്ടില്ല, യൂക്കാലി അല്ല. ആൻറ്റീസ് എന്നൊരു വുഡാണ്. അതായത് എന്താ പറയാ, പ്ലൈവുഡിനൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അതാണിപ്പം വെട്ടിമുറിക്കുന്ന നമ്മൾ കണ്ടത്. ഇതാ ഒരു അമ്പലമുണ്ട് ഇവിടെ. ഇവിടുത്തെ അമ്പലമാണ്, കൊച്ചമ്പലം. അമ്പലം, പള്ളി, മോസ്ക് എല്ലാം ഉണ്ട്. ആൾക്കാർ എവിടെ താമസിച്ചാലും അവർക്ക് ദൈവങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടേതായ അമ്പലവും മോസ്ക്, പള്ളിയെല്ലാം കാണും. എത്ര ഉയരത്തിലായിരുന്നല്ലോ അല്ലേ? അമ്പാടിക്ക് പുറകെ ഇരിക്കണമെന്ന് പറഞ്ഞ് കരയാണ്. ശിവാനി പുറകെ ഇരുന്ന കേട്ടോ. ശിവാനി പുറകിൽ എങ്ങനെയുണ്ട്? കൊള്ളാമോ? അമ്പാടിക്ക് പുറകെ ഇരിക്കണോടാ? ഇപ്പം കയറ്റാം കേട്ടോ, കയറ്റാമേ. നമ്മളൊരു 10 മണി ആ സമയത്താണ് ചെയ്യുന്നത്. 9 to 10 പോയാൽ ഇതുവഴിയാണോ? അല്ല, അത് വേറെ വഴിയാണ്. ടാറ്റയുടെ ടി എസ്റ്റേറ്റ് അതുകൂടെ പോയി കുറച്ചൊരു 3-4 കിലോമീറ്റർ ഫോറസ്റ്റിന്റെ അതോടെ കവർ ചെയ്താൽ മതി. ഓക്കെ. ഇത് ഫോറസ്റ്റ് അല്ലല്ലോ, നമ്മൾ വീഡിയോ എടുക്കാൻ കുഴപ്പമില്ലല്ലോ. മറ്റേത് വീഡിയോ എടുക്കാൻ പാടാണല്ലേ? ഫോറസ്റ്റ് വീഡിയോ എടുത്ത പ്രശ്നമാണ്. അല്ല, നമ്മൾ യൂട്യൂബിൽ കിടപ്പോഴേ ഇറങ്ങി വീഡിയോ നിന്നെടുക്കുമ്പോഴാണ് അതാണ് പ്രശ്നം വരുന്നല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് വണ്ടി പോകുമ്പോൾ എടുക്കണേ പ്രോബ്ലം ഇല്ല. അപ്പൊ ഇവിടെ നമ്മളിപ്പോ വട്ടവിടെ എന്നപ്പോഴേ ചെക്ക് പോസ്റ്റ് 5 കിലോമീറ്റർ വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചെക്ക് പോസ്റ്റ് അറിയില്ല എനിക്ക്. പക്ഷേ നോർമലായിട്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോഴേ അവർ പറഞ്ഞ് സ്റ്റേ ആണോ 5 കിലോമീറ്റർ വീഡിയോ എടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ അത് റൂളായിരിക്കും അല്ലേ?
ജസ്റ്റ് ഒരു ഇറങ്ങല്ലെന്നും പറഞ്ഞു. ഇറങ്ങല്ലേന്ന് പറയാറുണ്ട്. വീഡിയോ എടുക്കലെന്ന് ഇതുവരെ എനിക്കറിയില്ല. ആണല്ലേ? പിന്നെ അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. എടുക്കുമ്പോ എന്താ പ്രശ്നം വരുമ്പോ വണ്ടി സ്ലോ ചെയ്യും, നിൽക്കും. അതാണ്ടായിരിക്കും അല്ലേ? അവിടെ മൃഗങ്ങളെല്ലാം ഉണ്ടോ? അവിടെ കാട്ടുപോക്കുണ്ട്. ഓ, അത് പണിയാണല്ലേ? പന്നി, മാന് എല്ലാം എൻ്റെ ഉണ്ട്. നമുക്ക് ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്. ഇവിടെ ഊട്ടിപ്പൂന്നൊക്കെ പോവാണ്. 8-10 മാസം വരെ വാടാത്ത കുറച്ച് നടക്കാറുണ്ട്. ഓക്കെ, അമ്പാടി വാ. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ, അത് കാണാനാണ് പോകുന്നത്. വാ, സൂപ്പർ, അടിപൊളി. ഇവിടെ എന്തൊരു പൂവുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എത്രയോ വർഷം വരെ വാടാതിരിക്കുന്ന പൂവാണേ. പൂ നമുക്ക് നോക്കിയിട്ട് വരാം. അമ്പാടി വരട്ടെ, കുഴപ്പമില്ല, വരട്ടടേ, കൂടെ ഉണ്ടല്ലോ. അമ്പാടി ഓടല്ലേ, ചെളി തറ നോക്കിയോ അമ്പാടി. ഇത് വലിയൊരു അടിപൊളി വ്യൂ പോയിൻ്റാണേ. അമ്പാടി പതുക്കെ ഓടാതെ വാ, പൂപ്പം പറിച്ച് തരും. അമ്പാടി ഹായ് കൊടുറാ. ഒരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇതൊക്കെ രാവിലെ വന്നു കഴിഞ്ഞാൽ പൊളിയായിരിക്കും കേട്ടോ. നമ്മൾ വരും കേട്ടോ. പുള്ളിക്കാരൻ സ്ഥലങ്ങളെ കൊണ്ട് കാണിക്കാതെ രാത്രി ട്രിപ്പുണ്ട്, നൈറ്റ് സഫാരി, ജീപ്പ് സഫാരി, അതൊക്കെ എടുക്കണം. അമ്പാടി നില്ല, അമ്പാടി പതുക്കെ. ആ ടോപ്പുണ്ട്, നിങ്ങൾ കാണാൻ പറ്റുന്ന അറിഞ്ഞൂടാ. അവിടെ ഒരു പുല്ലുള്ള സ്ഥലം കണ്ടോ, അതുവഴിയാണ് കൊടൈക്കനാൽ പോകുന്ന വഴി. ഓക്കെ, ഈ മലയുടെ അപ്പുറത്ത് കൊടൈക്കനാലാണേ. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. രാവിലേക്ക് വന്ന കിഡിലായിരിക്കും കേട്ടോ. പിള്ളേരെയൊക്കെ കൊണ്ടുവരുമ്പോൾ അങ്ങനെയല്ല അല്ലേ. നമ്മൾ പൂവിൻ്റെ ചെറിയ കൃഷികളാണ് കേട്ടോ. എനിക്ക് വേണം ആ പൂവായിരിക്കും, അതായത് വർഷങ്ങളോളം വാടാതിരിക്കുന്ന പൂ ഇതാണെന്ന് തോന്നുന്നു കേട്ടെ. ഇതാണല്ലേ പൂവ്? ഇത് നമ്മൾ മറ്റേ ഊട്ടി കിട്ടുന്ന പൂ അല്ലേ? ഇത് കുറേ വർഷം ഇരിക്കും അല്ലേ? ഇതല്ല കുറച്ചും കൂടെ നല്ല വിരിഞ്ഞ് വരും. ഉള്ളതാണല്ലേ? ഓക്കെ, പണ്ട് ഊട്ടിയിലൊക്കെ പോകുമ്പോൾ കിട്ടിയൊരു പൂവാണേ. ഇത് കുറേ വർഷം ഇരിക്കും. ഇത് മഴയായതുകൊണ്ട് കുറച്ചൊന്ന് ഇതായി പോയതാണേ. അപ്പം ഈ ഒരു ഭാഗം കണ്ടു. നമ്മൾ തിരിച്ചടുത്ത ജീപ്പിലോട്ട് പോവുകയാണ്. രാവിലെ വരുമ്പോഴാണ് രസം കേട്ടോ. എന്തായാലും ഇപ്പോഴും വെയിലുണ്ടെങ്കിലും അധികം ചൂട് നമുക്ക് ഫീൽ ആവണില്ല. ജീപ്പിൽ കയറുന്ന രീതി ഇങ്ങനെ നോക്കിക്കോണേ. ഇങ്ങനെ ഇവിടെ പിടിക്കുക, ഇടത്തേക്കാൽ വയ്ക്കുക, വലത്തേക്കാൽ ഇങ്ങനെ ഇരിക്കുക. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ജീപ്പിൽ കയറുക കേട്ടോ. കാന്തല്ലൂർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ചെറിയൊരു ഇതാണല്ലേ, ഒരു ജംഗ്ഷൻ ആണല്ലേ. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടാണ് പോണേ? അങ്ങോട്ടാണ് പോണേ. ഇതാണ് ആ വഴി. അപ്പോൾ ആ മേളിൽ കണ്ട വണ്ടികളെല്ലാം ഇതിലാണ് പോണേ. വേറെ വഴിയുണ്ട്, കവർ ചെയ്താണ് പോണേ. ഓക്കെ. പക്ഷേ അവിടെ വരുന്നതുകൊണ്ട് ഇങ്ങനെ കവറായി വരില്ല. കുറച്ച് സ്ഥലം ഭയങ്കര മോശമായതോടെ. ഓക്കെ ഓക്കെ. അമ്പാടി കൊള്ളാമോ? മകളെ പിടിച്ചോളാം ശിവാനി. അമ്പാടി നല്ല എൻജോയ്മെന്റ് ആണ്. പുറകിലിരിക്കണമെന്ന് പറഞ്ഞ് കരഞ്ഞു കേട്ടാ. രസം, പിള്ളേർക്ക് രസമുണ്ട്. ഇവിടെ കുറച്ച് റോഡ് നല്ലതായിട്ടുണ്ടല്ലേ? വണ്ടികൾ കൂടുതൽ ഓടാത്ത സ്ഥലങ്ങൾ കുറച്ച് വൃത്തിയുണ്ട്. ഓ, ഈ നൈറ്റ് സഫാരി എത്ര മണിക്കൂറാണ്? നൈറ്റ് സഫാരി 3 മണിക്കൂറാണ്. അലൗഡ് ആണല്ലോ അല്ലേ? അലൗഡ് ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രശ്നമില്ല. ഇല്ല, പ്രശ്നം വന്നാലേ പ്രശ്നങ്ങൾ വരുള്ളൂ. നമ്മള് റിസ്ക് ആയ സ്ഥലത്തേക്ക് അല്ല പോകുന്നത്. ഇതുവരെ ആരും നൈറ്റ് സഫാരി വെക്കരുതെന്നുള്ള വന്നിട്ടുമില്ല. വട്ടവടയിൽ ആണെങ്കിലും ശരി, നിങ്ങൾ നൈറ്റ് സഫാരി വെക്കാൻ പാടില്ല, അത് ഇതൊന്നുമില്ല. സേഫ് ആണോ പോവുക. അതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ 10 മണി. ഈ 2 സമയത്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. തീരുമ്പോൾ 1 മണി 2 മണിയൊക്കെ ആവും. നമ്മൾ ഇവിടെ കാണുന്ന അനുസരിച്ച് സമയം കൂടുതലാവും. നമ്മുടെ കൺഫേമായിട്ട് കാണിക്കും എന്ന് പറഞ്ഞ ട്രിപ്പ് പിടിക്കാറില്ല. ഇല്ല, ചിലപ്പം സഫാരിയാണ്. അതായത് പകൽ സഫാരി പോകുന്ന പോലെ നൈറ്റ് സഫാരി, അത്രയേ ഉള്ളൂ. അതിൽ നിന്നെ കാണാം, അത്രയേ ഉള്ളൂ, യോഗം ഉണ്ടെങ്കിൽ. അപ്പം നമ്മൾ ആ ഒരു യാത്രയിൽ കോട ഇറങ്ങിയിട്ടുണ്ട്. നല്ല കോടയുണ്ട്. കാണാൻ പറ്റുമോ കോട? സൂര്യനൊന്നും കാണാൻ പറ്റുന്നില്ല. സൂപ്പർ കോടയാണ്.
ആ സൂപ്പറാണ്. കോട കൊണ്ട് നിറയാണ്, താഴെ എല്ലാം കോടയാണ്. അടിപൊളിയല്ലേ? പിന്നെ നിങ്ങൾ ഈ ട്രിപ്പ് വരുമ്പോൾ അവരിന്നത് കാണിച്ചു തരാമെന്ന് വരുന്നുണ്ട്. പക്ഷേ ചിലപ്പം കാണാൻ പറ്റില്ല, ചിലപ്പം കാണാൻ പറ്റും. കോട നിറഞ്ഞ വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തി കാര്യമില്ല. ഒരു ക്ലൈമറ്റ് ചേഞ്ചാണ്, അതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്ര സമയം സൺറൈസൊക്കെ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞാൽ. ചിലപ്പോൾ പറയാൻ പറ്റില്ല, മോളിൽ ചിലപ്പോൾ കോട മൂടിക്കഴിഞ്ഞാൽ സൺറൈസ് കാണാൻ പറ്റത്തില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ജീപ്പിൽ. പിന്നെ ട്രെക്കിംഗ് സ്പോട്ടും ചെയ്യുന്നുണ്ട്. ആ ഇവിടെ ഈ ഇവിടെ നിന്ന് തന്നെ വേറെ ട്രെക്കിംഗ് സ്പോട്ട് ഉണ്ട്. 300 രൂപയാണ് ചാർജ് ചെയ്തത്. ഓക്കെ ഓക്കെ. അത് ഫോറസ്റ്റിലെ ട്രെക്കിംഗ് ആണ്. ആ അവരുടെ ഗൈഡ് ഒരാൾ കൂടെ വരും. ഓക്കെ. 1.5 to 2 മണിക്കൂർ നടന്നു വരണം. വണ്ടി അവരുടെ സ്റ്റേ വരെ എത്തും. ഓക്കെ. ഒരു ഓഫീസ് വരെ ട്രെക്ക് ചെയ്താണ്. നമ്മളെ ഗവി പോലെ അല്ലേ? ഇത് ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ. വാ സൂപ്പർ വ്യൂ പോയിന്റ് ആണ്. ഇവിടെ നോക്കടേ. വാ സൂപ്പർ ഏട്ടാ, അടിപൊളി. നമ്മുടെ ജീപ്പ് ഇതാ വന്നിരിക്കുന്നുണ്ടോ, അടിപൊളി ഏട്ടാ. നമ്മളെ ജീപ്പൊക്കെ അവിടെ വന്ന് കറക്റ്റ് ആ ഒരു സ്പോട്ടിലാണ് വന്നിരിക്കുന്നത്. കണ്ടോ, സൂപ്പറായിട്ടുണ്ടേ, അടിപൊളി. ഇവിടെ എങ്ങനെയുണ്ട്? ഇങ്ങോട്ട് ക്യാമറ നോക്കി പറ, എങ്ങനെയുണ്ട്? സൂപ്പറാ. നമ്മൾ വട്ടവിടെ ടോപ്പാണ് നിൽക്കുന്നത്. നമ്മൾ ആ ഭാഗത്ത് എവിടെയാണ് സ്റ്റേ ചെയ്തത് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി കണ്ട സ്ഥലമാണ് ഈ കാണുന്നത്. എന്താ അവിടെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്? നമ്മളിവിടെയാണ് അവിടെ വെച്ച് ലൈറ്റൊക്കെ കണ്ടത്. താഴെ നമ്മുടെ സ്റ്റേ എവിടെ വെച്ചേ? അത് ഇവിടെ എവിടെയാണ്, ഇതോ അവിടെ എവിടെയാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. ആ ഭാഗത്ത് എവിടെയാണ്? ഇതല്ല. കിട്ടില്ല വ്യൂ ഉണ്ട്. ഇത് ടോപ്പ് വ്യൂ കേട്ടോ. അതാ കോടയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമ്മൾ രാവിലെ വന്ന് കോട ഇങ്ങനെ താഴ്ന്നു പോകണ കാണാൻ പറ്റും കേട്ടോ. സൂപ്പറല്ലേ, അടിപൊളി വ്യൂ ആണ്. അത് നമ്മുടെ ജീപ്പ് ഇതാ കിടപ്പുണ്ട്. ഇറക്കമാണ്. ഇവിടെ ഒരു ഗ്രാമമുണ്ട്, പഴത്തോട്ടം എന്നാണ് സ്ഥലത്തിന്റെ പേര്. ആ കോടയുടെ അകത്ത് തന്നെ അല്ലേ? അവരെല്ലാവരും കൃഷി തന്നെ, എല്ലാവരും കൃഷിയാണ്. വരുമാന മാർഗം ലോക്കൽസിന് കൃഷിയാണ്. ഇപ്പം ഈ സ്റ്റേയും ബാക്കി കാര്യങ്ങളും വന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ വരുമാനം അല്ലേ? ആൾക്കാർ ലോക്കൽസ് സ്റ്റേയിലേക്ക് മാറി തുടങ്ങി. അപ്പൊ കൃഷി കുറഞ്ഞു തുടങ്ങി. ഓ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അല്ല, സ്റ്റേ വയ്ക്കുമ്പോഴത്തേക്ക് അവർക്ക് വരുമാനം കൂടും. പിന്നെ അവരെല്ലാം ആവശ്യം വരില്ല. അപ്പൊ അവരെല്ലാം താഴെ നിർത്തോണ്ട് വരും സാധനങ്ങളല്ലേ. കൃഷി നോർമലായിട്ട് നഷ്ടമാണ്. ഇവിടെ ഒരു തോട്ടമുണ്ട്. ഇവിടെ പഴുപ്പുണ്ട്. വേണ്ട ഇറങ്ങണ്ട, നമുക്ക് മെയിൻ സ്ഥലത്ത് മാത്രം ഇറങ്ങിയാൽ വലിയ തോട്ടമാണ്. ആണല്ലേ? പഴുത്ത് കിടക്കുന്ന കാണാൻ പറ്റില്ല. ചെടി ഇപ്പം പ്ലാന്റേഷൻ ചെയ്തതേ ഉള്ളൂ. നമുക്ക് ചെറിയ തോട്ടമുണ്ട്. പഴം അത്യാവശ്യം പഴുത്ത് കിടക്കുന്ന കാണും. സീസൺ ആയി തുടങ്ങുന്നുള്ളൂ. ഇതല്ലേ? ഓ ഇത് കറയാണ് എടുക്കുന്നത്. ഇതിന്റെ കറയാണ് എടുക്കുന്നത് അല്ലേ? കേട്ടാമി, ഇതാണ് കുന്തിരിക്ക നമ്മൾ പോയിക്കുന്നതിന്റെ. അതാണ് എടുക്കുന്നത് അല്ലേ? സീസൺ ഒന്ന് ഇതാണ്. അത് കഴിഞ്ഞാലുള്ള സീസൺ എന്ന് പറയുമ്പോൾ നമുക്ക് അധികം തിരക്കുന്ന എല്ലാം കാണാന്നുള്ള രീതിയിൽ അത്യാവശ്യം തണുപ്പ്. അത്യാവശ്യം വട്ടവട കാണണമെങ്കിൽ തിരക്കുള്ള ദിവസം വരരുത്. എല്ലാ ദിവസങ്ങളിൽ വരണം. ചില ദിവസങ്ങളിൽ കണ്ടാ ഈ സീസണിൽ വരല്ലേ? സീസണിൽ വന്നാൽ ഭയങ്കര പാടാണ്. അതെ, ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാം കുറച്ച് റേറ്റ് കുറവിൽ കിട്ടും. വസ്തുവിനൊക്കെ വാങ്ങിക്കാൻ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വാങ്ങിക്കാനോ? എഴുതിയിരിക്കുന്നു. കറക്റ്റ് സമയത്താണ് ചോദിച്ചത്. വസ്തു വാങ്ങിക്കണവർക്ക് ഇവിടെ വരാൻ കേട്ടോ. ലാൻഡ് ഫോർ സെയിൽ. ഇത് അവര് മേടിച്ച് വിൽക്കുന്നതാണ്. ഇവിടെ സാധാരണ നോർമലായിട്ട് ചാർജ് ചെയ്ത് 30-40 ലക്ഷം. നല്ല ഏക്കറായിട്ടാണ് അല്ലേ? വില്ലേജ് ആണ് അല്ലേ? അത് നിങ്ങളുടെ സ്ഥലം വീട് ഏതെന്ന് പറഞ്ഞേ? നിങ്ങളെ വീട് അയ്യോ പറഞ്ഞില്ല ചേട്ടാ. അല്ല, അങ്ങോട്ട് പോയി പോകണേ ഉള്ളൂ അല്ലേ? നമ്മള് അല്ല പോയില്ല. കേവിലേക്ക് പോകുന്ന വഴിയില്ലേ? ഓ അവിടെയാണോ? ആ വഴിയാണോ പോകേണ്ടത് വീട്ടില്? അപ്പൊ പിള്ളേരെ സ്കൂളിലൊക്കെ ആക്കണ പിള്ളേര് അടിമാലിയിലാണ്. അപ്പൊ എങ്ങനെ വിടും? അല്ല, അവര് വൈഫ് ഫാർമസിസ്റ്റ് ആണ്. താലൂക്കിലാണ് വർക്ക്. ഗവൺമെന്റ് ജോലിയാണ്. കുഴപ്പമില്ല, ഇത് നമ്മളെ ജോലി ഇതല്ലേ? ഓ നമ്മളെ ജോലി വിടാൻ പറ്റില്ലല്ലോ. അപ്പൊ അവരവിടെ പഠിക്കുന്നല്ലേ? അപ്പൊ എപ്പോഴും എന്നും പോവും? ഇല്ല, അവിടെ വീട് വാടകയ്ക്ക് എടുത്ത് ലീവുള്ളപ്പോ ഇങ്ങോട്ട് വരും. എനിക്ക് 1-2 പരിപാടി ഉള്ളത് കൊണ്ട് വേറെ പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച്
പരിപാടികളുണ്ട്. ഉണ്ട്. ഓക്കെ. ആ പിന്നെ ഞാനിവിടെ അത്യാവശ്യം നെറ്റ്വർക്കിന്റെ വർക്ക് നോക്കുന്നുണ്ട്. ഉണ്ടോ? കേരള വിഷ. ഓ, കേരള വിഷ ഇവിടെ ഉണ്ട്. നമ്മളത് തന്നെ എടുത്തിങ്ങനെ. നമ്മൾ അതുവഴി കറങ്ങി ആ ഒരു മല കറങ്ങി അപ്പുറം വന്ന് ഇതുവഴി ഇറങ്ങിയാണ് കേട്ടോ. ഇറങ്ങി നമ്മൾ വീണ്ടും വട്ടവടയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു വഴി കറങ്ങി ഹൈ റേഞ്ച് കയറി നമുക്ക് അതുവഴി തിരിച്ച് പോകണ്ട, തിരിച്ച് കറങ്ങി ഇപ്പുറം സൈഡിലോട്ട് ഇറങ്ങാം. നമ്മൾ ഏകദേശം വട്ടത്തിൽ കറങ്ങി വരാണ് അല്ലേ? ഓ, അമ്പാടി കുരങ്ങൻ, അമ്പാടി മങ്കി. ഒരുപാട് കുരങ്ങുണ്ട് വണ്ടിയുടെ മണ്ടലൊക്കെ കയറിയിരിക്കുകയാണ്. കിടന്ന് ഉറങ്ങിയാണ് കുരങ്ങൻ. ഉരയ്ക്കുമല്ലേ? ഇതിവിടെ അവര് സ്റ്റേ ആണ് താഴെ. ഓ, നമ്മൾ അവിടെ എവിടെയാണ് താമസിക്കുന്നത്? ഓ, നമ്മുടെ സ്റ്റേ തോരി. സുജ, നമ്മുടെ സ്റ്റേ തോരി കണ്ടില്ലേ? ഓ, നമ്മുടെ സ്റ്റേ അവിടെയാണ് കേട്ടോ. കാണാമോ നിങ്ങൾക്ക്? കാണുന്ന ഇതുകൊണ്ട് ആ സൈഡിൽ കാണുന്ന സ്റ്റേ ആണ് നമ്മുടെ. അതുകൊണ്ട് ലെഫ്റ്റ് ഗ്ലാസിൻ്റെ അവിടെ കാണുന്നത് അതാണ് നമ്മുടെ സ്റ്റേ. ആ കാണുന്ന സ്റ്റേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്ട്രോബെറി ഫാം, ചെറിയ ഫാമാണ്, അവൻ്റെ ഫ്രണ്ടിൻ്റെയാണ്. നമുക്ക് പഴം പഴുത്ത് കിടക്കുന്ന കാണാം. അതിന് വന്നതാണ്. ചെളിയാണ് കാണാൻ വേണ്ടി മാത്രം. ഓക്കെ ഓക്കെ. ഇവരുടെ തോട്ടമുള്ളത് ഔട്ടറിലാണ്. ആൾക്കാർ പോയി കാണില്ല, സമയം എടുക്കുമല്ലോ. ഇത് കാണാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവിടെയുള്ള പഴം ഇവിടെ കൊണ്ട് വിൽക്കുക അങ്ങനെയാണ്. ഓക്കെ ഓക്കെ. ഇതാ സ്ട്രോബെറി പഴുത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇതവർ ജസ്റ്റ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് കൃഷി ചെയ്യുന്നതാണ്. അമ്പാടി ഇവിടെ തൊടല്ലേ അമ്പാടി? ഏത്? ഇത് ഇതാണ് കേട്ടോ, ക്യാരറ്റ് കേട്ടോ. ഇത് ക്യാരറ്റിൻ്റെ ചെറിയൊരു കൃഷി. ഇതാ സ്ട്രോബെറി ഇതാ പഴുത്ത് കിടക്കുകയാണ്. സ്ട്രോബെറി കണ്ടില്ലെന്ന് വേണ്ട, ഇതാ പറിച്ചുവിടാം. ഇതാ സ്ട്രോബെറി പറിച്ചുവിടാം മക്കളെ. വഴക്കുറയും. കാണാനേ ചെയ്യാം മക്കളെ. സൂപ്പറായിട്ടല്ലേ? നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. പരിചയമുള്ളവരുണ്ടെങ്കിൽ അത്രയും നല്ലത്. രാജേഷിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പരിചയമുള്ള സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കാൻ പറ്റും. ഇവിടെ നിന്ന് തന്നെ നമുക്ക് പഴം വാങ്ങിക്കാം. വേണ്ട, വൈൻ വേണ്ട. വൈനുണ്ട് കേട്ടോ. അല്ല, അതുകൊണ്ടല്ല, വേണ്ട. അപ്പോൾ പരിചയമുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല സാധനം വാങ്ങിക്കാം, നല്ല ജാം വാങ്ങിക്കാം, നല്ല വൈൻ വാങ്ങിക്കാം. അപ്പോൾ രാജേഷിനെ കോൺടാക്ട് ചെയ്താൽ സ്ഥലം കാണാം, സ്റ്റേ ഉണ്ട്, പിന്നെ സ്ട്രോബെറി വാങ്ങിക്കാം, സ്ട്രോബെറി കാണാം. ചിലർ കാണിച്ചപ്പോൾ അതിനായിട്ട് ചെറിയ ചെടി കാണിച്ച അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. പെട്ടെന്ന് അവരുടെ ധാരണ വലിയൊരു മരത്തിൽ കാണിക്കുന്നതാണ്. ആ ഒരു ഇതാണ്. ഇത്രേ വരുള്ളൂ. ഇത് ഇത്രേ വരുള്ളൂ അല്ലേ? ഇനി പടരും അല്ലേ? ആ, ഇതന്നെ. ഇതാണ് ഇവിടുത്തെ സ്ട്രോബെറി. നമ്മൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കൃഷി ചെയ്യണത് തന്നെയാണ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള സ്ഥലത്തൊന്ന് ഒരാഴ്ച വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. ഇത് എത്രയാണ്? 1 കിലോ 150 രൂപയാണ് കേട്ടോ. അപ്പോൾ 1/2 കിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല മധുരമായിരിക്കും അല്ലേ? നല്ല മധുരം. ഓ, സുജ ഇതാ സ്ട്രോബെറി തരും, ടേസ്റ്റ് ചെയ്യാം. താങ്ക് യു. ഇതാണ് നമ്മുടെ വട്ടവടയിലെ സ്ട്രോബെറി. ഇപ്പോൾ നമ്മൾ വാങ്ങിച്ചു 1/4 കിലോ. ഇപ്പം റേറ്റ് വ്യത്യാസം വരും. ചിലപ്പോൾ സീസണിൽ വില കുറയും, ചിലപ്പം കൂടാം. ഓക്കെ അല്ലേ? നമ്മൾ ഇത്രയും വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ ജാം വാങ്ങി ഇറങ്ങിയാണേ. അവരിവിടെ കൃഷി ചെയ്തിട്ട് തന്നെ ജാം ഉണ്ടാക്കി തരുന്നതാണ്. നമ്മുടെ ഫ്രണ്ട് പറഞ്ഞാൽ ഇവിടുത്തെ നല്ലതാണ്. ഇത് നാച്ചുറലായിട്ട് ഇവർ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഇങ്ങോട്ട് തന്നെ വിളിച്ചത്. ഓക്കെ, ശരി. ഇതാണ് ഇവിടെ സ്പെഷ്യൽ സ്ട്രോബെറിയാണ്, നീളത്തിനുള്ള സ്ട്രോബെറിയാണ് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിൽ സ്പെഷ്യൽ കാണും. അപ്പോൾ ഇത് അവരുടെ സ്പെഷ്യൽ ജാമാണ്. അപ്പം രാഷിൻ്റെ കൂടെ വന്നാൽ നമുക്ക് നല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തരും കേട്ടോ. നമ്മൾ തട്ടിപ്പില്ലാത്ത സാധനം ഫ്രഷ് ആയിട്ട് മേടിച്ചു കൊടുക്കുന്നത്. അത്രേ ഉള്ളൂ. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. താഴെ നമ്മൾ 2-3 ജാം ടേസ്റ്റ് ചെയ്തു. എൻ്റെ ഇത് വ്യത്യാസം ഉണ്ടെന്ന് നോക്കട്ടെ. അതെ, നല്ല തണുപ്പുണ്ട്. ഞാനായിട്ട് ഒറിജിനൽ ജാം കേട്ടോ. സൂപ്പറായിട്ട് നമുക്ക് സ്ട്രോബെറി വായിൽ കടിക്കാൻ കിട്ടും കേട്ടോ. സൂപ്പർ. അപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിക്കാം. എത്ര ഇത് എവിടെ? ഇത് 1/4 കിലോ 150 രൂപ ഒരു ജാം. എത്ര വേണം അവിടെ? 150 രൂപ ജാം 1/4 കിലോ. വേണ്ട
രണ്ടെണ്ണം. ഇവിടുത്തെ സ്ട്രോബെറി വ്യത്യാസമുണ്ട്, അവരുടെ കൃഷി ചെയ്യുന്നതാണ്. നീളത്തിനുള്ള സ്ട്രോബെറിയാണ്. ഇവര് താഴെ തോട്ടമുണ്ട്, തോട്ടമുണ്ട്. അവര് കൊണ്ടുവരുന്നത് രണ്ടെടുത്തിരിക്കെ 150 രൂപയാണ് കേട്ടോ. അതിന് വില വ്യത്യാസം വരും. നമുക്ക് ഈ സീസൺ മാറി മാറി വരുമ്പോൾ വില വ്യത്യാസം വരും. 150 ഇപ്പോൾ വാങ്ങിച്ച റേറ്റാണ്. ചിലപ്പം പിന്നെ വരുമ്പോൾ കൂടും, ചിലപ്പം കുറയും, പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ വില നോക്കി വരണ്ട നിങ്ങളാരും. അപ്പോൾ അവരുടെ ഫാം എന്ന് പറഞ്ഞാൽ താഴെ തന്നെയാണ് കേട്ടോ. അവിടെ തന്നെയാണ് അവരുടെ ഫാം വരുന്നത്. ഇതാ ആ കാണുന്ന ഫാമിൽ നിന്ന് തന്നെയാണ് അവരെല്ലാം റെഡി ആയി കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ ഇത് വന്നു കേട്ടോ. ഹോം സ്റ്റേ വന്നു. ആ സ്റ്റേ സ്ഥലത്തി അടിപൊളി ട്രിപ്പായിരുന്നു. ട്രിപ്പ് കഴിഞ്ഞു. നമ്മൾ ജീപ്പിലാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. അപ്പം വരിക, അടിച്ച് പൊളിക്കുക. വട്ടവട കാണാൻ അടിപൊളിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന് വേണ്ടി വരണം കേട്ടോ, ട്രക്കിങ് ജീപ്പിങ്ങിനൊക്കെ വേണ്ടി തന്നെ വട്ടവട വരണം. അപ്പം നമ്മുടെ പയ്യൻ്റെ അടുത്ത് വന്നാൽ മതി. പയ്യൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം, വിളിച്ചാൽ മതി. എല്ലാ സഹായവും ചെയ്തു തരും കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഇനി അടുത്ത വരവ് കാണാം. ഓക്കെ അല്ലേ, ബൈ. ഓക്കെ. ഇതാ നമ്മളെ ഹോം സ്റ്റേയിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് ഭയങ്കര വ്യൂ ആണ്. ഞാൻ നേരത്തെ കാണിച്ച ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ വെട്ടം വന്നിട്ടുണ്ട്. വേണ്ട, സൂപ്പറാണ് കേട്ടോ. റോഡിൻ്റെ തൊട്ട് താഴത്തിന് ഹോം സ്റ്റേ ഉള്ളത്. നേരം ബുക്ക് ചെയ്ത് പുള്ളിക്കാരൻ വഴിയാകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് റൂം എടുക്കാം. വണ്ടി അവ ഇല്ലെങ്കിൽ വണ്ടി അറേഞ്ച് ചെയ്ത് തരും. പുള്ളിക്കാരൻ 2-3 വണ്ടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ ചെയ്തു തരും കേട്ടോ. വട്ടവട വരുന്നവർക്ക് നല്ലൊരു ഹെൽപ്പാവും. വട്ടവട വരണം കേട്ടോ. മൂന്നാർ മാത്രം വന്നിട്ട് പോകല്. വട്ടവട ഒരു സ്റ്റേ ഒക്കെ ചെയ്ത് ഈ കൃഷി സ്ഥലവും ഈ ട്രക്കിങ്ങൊക്കെ കണ്ടിട്ടൊക്കെ പോവാം. സൂപ്പറായിരുന്നു കേട്ടോ, ഗ്യാരണ്ടിയാണ്.